സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടോ ഇല്ലയോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കറണ്ട് പോകുന്നത് നമുക്കൊക്കെ അനുഭവത്തിലുണ്ട്, പക്ഷെ അത് ലോഡ് ഷെഡിംഗ് അല്ലെന്നാണ് സർക്കാരിൻ്റെ വാദം. ഇന്നും മന്ത്രി പറയുന്നു സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന്. കാറ്റും മഴയും വന്നാലും കറണ്ട് പോകും. ഇപ്പോഴുള്ളത് ലോഡ് ഷെഡിംഗ് അല്ല, ലോഡ് കൂടുമ്പോൾ ട്രിപ്പ് ആണെന്നാണ് മന്ത്രി പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നം അവസാനിച്ചപ്പോൾ ഇന്നലെ തന്നെ ലോഡ് ഷെഡിങ് ഇല്ലല്ലോ. അത് കുറച്ച് സമയമുണ്ടുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേക്കപ്പ് ചെയ്തു. ഇങ്ങനെ ഒരു പെട്ടെന്ന് അവിചാരിതമായിട്ട് ഇങ്ങനെ വരുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പോൾ ഗൾഫ് യുദ്ധം വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മളിപ്പോൾ കൂടുതൽ വാങ്ങിയിട്ട് ആവശ്യം വന്നില്ലെങ്കിൽ നമ്മളത് നഷ്ടം വന്നാൽ നമുക്ക് ബോർഡിന് വലിയ നഷ്ടം വരില്ലേ സറണ്ടർ ചെയ്താൽ? അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ? അപ്പം ഉഷ്ണതരംഗം ഇങ്ങനെ ഇത്രയും വരുന്നു എല്ലാം ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്? അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, ഇന്നലെ മഴയൊക്കെ വന്ന സാഹചര്യത്തിൽ പലയിടത്തും പകൽ സമയത്ത് ഒരുപാട് തവണ കറണ്ട് പോയെങ്കിലും രാത്രി സമയത്ത് അങ്ങനെ പോയില്ലെന്നാണ് പലയിടത്തും പറഞ്ഞു കേട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃത്യമായ സമയത്ത് 15 മിനിറ്റും 20 മിനിറ്റും 25 മിനിറ്റും അരമണിക്കൂറും ഒക്കെ കറണ്ട് പോയത്, ആ കൃത്യമായ സമയം നോക്കി പോയത് ട്രിപ്പാണെന്ന് തന്നെ ഇന്ന് മന്ത്രി പറയുമ്പോൾ അതിനകത്ത് ഈ പവർ കട്ട് എന്നോ ലോഡ് ഷെഡിംഗ് എന്നോ പറയാനുള്ള അഭിമാന പ്രശ്നത്തിനപ്പുറം വാസ്തവം എന്താണ്? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ, ഈ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ ന്യായീകരിക്കുന്നത്? ശ്രീജ, മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുപോയി. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം പറയാം. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നറിയില്ല. ഇന്ന് മുതൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. ഈ ഡ്രിപ്പ് ആകുന്ന പ്രശ്നം ഇന്ന് തൊട്ട് ഉണ്ടാകില്ല. അധികം വൈദ്യുതി എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ നിയന്ത്രിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ള തരത്തിലാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചതുപോലത്തെ പ്രശ്നം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആവർത്തിച്ച് നമ്മൾ വീണ്ടും ചോദിച്ചു, ഇന്ന് മുതൽ പ്രശ്നം ഉണ്ടാകില്ലല്ലോ അല്ലേ? ഇതുവരെ ഉള്ളത് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇനിയിപ്പോൾ പറയുന്നത് പോലെ ഡ്രിപ്പ് ആകുന്നതോ അല്ലെങ്കിൽ മഴയും കാറ്റും വരുമ്പോൾ പോകുന്നതോ എന്തുമാകട്ടെ, ഇന്നു മുതൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇന്നു മുതൽ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതിനാൽ തന്നെ അങ്ങനെ ഒരു ആശ്വാസം മന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ലോഡ് ഷെഡിംഗ് ആണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്തില്ല എന്ന വാദം മന്ത്രി ആവർത്തിക്കുന്നു. അതോടൊപ്പം ഇത് കൂടുതൽ ഉപയോഗം കൂടുമ്പോൾ സ്വാഭാവികമായും ഡ്രിപ്പ് ആകുന്നതാണ് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഈ KSEB പറയുന്നതും മന്ത്രി പറയുന്നതും തമ്മിൽ അങ്ങ് ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ KSEBയിൽ നിന്നും വന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വൈദ്യുതി ഉപയോഗം വലിയ തോതിൽ കൂടിയതിനാൽ നിലവിലെ കറണ്ടിൻ്റെ പ്രതിസന്ധി ഉള്ളതിനാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് പറയുന്നത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് കുറച്ച് സമയം വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരും എന്ന് പറയുന്നു. അതിനും ലോഡ് ഷെഡിംഗ് എന്നോ പവർ കട്ട് എന്നോ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി നിയന്ത്രണം വേണ്ടിവരും എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും നിയന്ത്രിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനൊക്കെ ഇരുന്നിട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യമില്ലാതെ അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ഡ്രിപ്പാകുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഉപയോഗം കൂടുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പെട്ടെന്ന് ഈ മെയിൻ സ്വിച്ച് താഴ്ന്നു പോകുന്നത് പോലെ അങ്ങനെ ഡ്രിപ്പായി പോകുന്നതായിരിക്കണം. പക്ഷേ ഇതങ്ങനെയല്ല, നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവർ മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മന്ത്രി അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 10 വർഷം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാർ ഇപ്പോൾ പുതിയ ഒരു പുസ്തകം കൂടി ഇറക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ബുക്ക്ലെറ്റ് ഇറക്കി. ആ ബുക്ക്ലെറ്റിൽ പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങളൊക്കെ നിരത്തിയാണ് ഈ വൈദ്യുതി വകുപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എങ്ങും വെളിച്ചം എന്നുള്ള തലക്കെട്ടിലാണ് ആ ബുക്ക്ലെറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ കൃഷ്ണൻകുട്ടിയുടെ ചിത്രങ്ങളടക്കം അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് ചെയ്ത കാര്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ട് ആണ് ആ ബുക്ക്ലെറ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വൈദ്യുതി വകുപ്പ് കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്തില്ല എന്നൊന്നും ആരും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല വൈദ്യുതി എത്താത്ത ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കാനൊക്കെ കഴിഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാരാണ്. പക്ഷേ അവസാനം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞ് മുൻ സർക്കാരുകളൊക്കെ വിമർശിച്ച് പവർ കട്ടില്ലാത്ത 10 വർഷം എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തുടനീളം നിറച്ചു വെച്ച് ഈ ഒരു അവസാന സമയത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമയമാകുമ്പോഴാണ് ജനം ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. ഇന്നു മുതൽ എന്തായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് മന്ത്രി പറയുന്നതിനെ വലിയ ആശ്വാസമായാണ് കാണുന്നത്. മന്ത്രി പറഞ്ഞ മറ്റു ചില കൗതുകകരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളുള്ളത് കേരളത്തിലാണ് എന്ന് പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനായി പ്രോത്സാഹനം നൽകുന്ന അതേ സർക്കാർ തന്നെയാണ്
അല്ലെങ്കിൽ ഇലക്ട്രിക് പോയിന്റുകളൊക്കെ ഇത് ചാർജ് ചെയ്യാനുള്ള പോയിന്റുകളൊക്കെ എല്ലായിടത്തും ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അതേ സർക്കാർ തന്നെയാണ്, അതിലേ മന്ത്രി തന്നെയാണ് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ സംസ്ഥാനത്ത് കൂടിയിട്ടുണ്ട്, അതൊരു പ്രശ്നമാണ്. മാത്രമല്ല ഇൻഡക്ഷൻ കുക്കറുകൾ ആളുകൾ വീട്ടിൽ വാങ്ങി വെക്കുന്നു, ഗ്യാസിന്റെ പ്രതിസന്ധി വന്നുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു, അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നില്ല എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വൈദ്യുതി വാഹനങ്ങൾക്കുമൊക്കെയാണ് ഇപ്പോഴത്തെ ഈ കറണ്ട് പോക്കിൽ വൈകുന്നേരം നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ മന്ത്രി വഴിചാരുന്നത്. ശ്രീജ, സ്വാഭാവികമായും അതിൽ ചെറിയ ഈഗോ പ്രശ്നം ഉണ്ടാവുമല്ലോ അമൽ. കഴിഞ്ഞ 10 വർഷങ്ങൾ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന വലിയ ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു സർക്കാരിനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുൻപ് കറണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് അല്പം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, അത് ആ കറണ്ട് കട്ടായി പോകുന്ന അല്ലെങ്കിൽ കറണ്ട് ഇല്ലാതെയാവുന്ന അരമണിക്കൂറോ അല്ലെങ്കിൽ അതിലധികമോ സമയം ഉണ്ടാകാതിരുന്നാൽ മതി. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് നൽകുന്ന ഉറപ്പ്. നമുക്കത് വിശ്വസിക്കാം. ഇനി ഉണ്ടായാലും അത് ട്രിപ്പാണെന്ന് പറയാൻ പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അത് അനുഭവിക്കുകയും ചെയ്യാം.